രാജസ്ഥാനിലെ ഒരു ഉൾഗ്രാമം. അവിടെ നമ്മുടെ മനീഷിന് ഒരു രാജകീയ വസതിയുണ്ട്. കഥ പറയാം. രാജസ്ഥാനിലെ മഥാനിയ ഗ്രാമത്തിൽ പ്രിയപ്പെട്ട സുഹൃത്ത് മനീഷിൻ്റെ വീട്ടിലാണ് ഇന്നലെ ഞാൻ അന്തിയുറങ്ങിയത്. ഇന്ന് പുലർച്ചെ കണ്ണു തുറക്കുന്നത് അതിമനോഹരമായ ഒരു തനിനാടൻ രാജസ്ഥാനി പുലർകാലത്തേക്കാണ്. മയിലുകളടക്കം അനേകം പക്ഷികൾ വീട്ടുമുറ്റത്ത് വിരുന്നുകാരായുണ്ട്. അവർക്കിടയിൽ ഞാനൊരു പുതിയ അതിഥിയാണ്. പരമ്പരാഗത രീതിയിൽ വെണ്ണ കടഞ്ഞെടുക്കുന്ന ഗംഭീരമായൊരു കാഴ്ചയുണ്ട് ഒരു ഭാഗത്ത്. രാജസ്ഥാനി സ്പെഷ്യൽ പലഹാരങ്ങൾ ഒരുങ്ങുന്നുണ്ട് മറ്റൊരു ഭാഗത്ത്. അതിനിടയ്ക്ക് പിഞ്ഞാണത്തിൽ ചായ വിളമ്പുകയാണ് മനീഷിൻ്റെ അമ്മ. മീശ പിരിച്ചു വെച്ച് ഊന്നുവടിയും കയ്യിൽ പിടിച്ച് വീട്ടുമുറ്റത്ത് ചാർപ്പായിലിരിക്കുന്നത് മനീഷിൻ്റെ മുത്തച്ഛനാണ്. ഇതാണ് മുത്തശ്ശി. വീടിൻ്റെ പ്രധാന കവാടം തുറന്നെത്തുന്നത് ഒരു ചെറിയ ഇടനായിലേക്കാണ്. അതുകഴിഞ്ഞൊരു നടുമുറ്റം. നടുമുറ്റത്ത് നിന്നും 2 ബെഡ്റൂമുകളിലേക്കുള്ള കവാടങ്ങൾ. വളരെ ചെറിയൊരു വീട്. രാജസ്ഥാനാണ്. കനത്ത ചൂടായിരിക്കും 6-7 മാസങ്ങളിൽ. പക്ഷേ ആ കാലാവസ്ഥയിലും മനസ്സു കുളിർക്കുന്ന ഒരു തണുപ്പ് ഇതിനകത്ത് കിട്ടും. അങ്ങനെ ഒരു ടെക്നോളജി ഇവിടെയുണ്ട്. ചില്ലകളും ഇലകളും ഇടതൂർന്നു വളർന്ന ഈ തണൽ മരത്തിന് താഴെ ഒരു പുൽക്കൂരയൊരുക്കിയിട്ടുണ്ട്. വേനലിൽ ഈ കൂരയ്ക്ക് മുകളിലും ചുറ്റുമായി വെള്ളം നനയ്ക്കും. കനത്ത ചൂടിലും ഒരിളം തണുപ്പ് ഇതിനകത്ത് അപ്പോൾ തങ്ങി നിൽക്കും. വീടിനോട് ചേർന്ന് മുറ്റത്തും പറമ്പിലുമായി ഫലവൃക്ഷങ്ങളും തണൽ മരങ്ങളും നട്ടുപിടിപ്പിച്ചത് പ്രധാനമായും ചൂടുകാലത്തെ അതിജീവിക്കാനാണ് എന്നാണ് മനീഷ് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചെറിയാണ്. നല്ല പുളിയാണ് രുചി. പുളിരസത്തിന് വേണ്ടിയിട്ട് കറികളിൽ ഇത് ഉപയോഗിക്കാറുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കുടിവെള്ളം വേണ്ട വിധം ലഭ്യമല്ലാത്ത ഒരു ഗ്രാമം കൂടിയാണിത്. കിണറുപോലെ ഈ നിർമ്മിച്ചിരിക്കുന്നത് ശുദ്ധജല സംഭരണിയാണ്. ആവശ്യാനുസരണം ഇതിൽ നിന്നും കോരിയെടുത്താണ് വെള്ളം ഉപയോഗിക്കുന്നത്. ജോധ്പൂരിൽ നിന്നും 3.5 മണിക്കൂർ അകലെ ഒരു ചെറിയ വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് മനീഷിൻ്റെ വീട്. ഈ വീടിന് ഏകദേശം 30 വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പോൾ പുതിയ വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. രാജസ്ഥാനിൽ സുലഭമായ റെഡ് സാൻഡ്സ്റ്റോണിലാണ് പുതിയ വീടൊരുങ്ങുന്നത്. ഈ കല്ലുകൾ ഖനനം ചെയ്തെടുക്കുന്ന നിരവധി ക്വാറികൾ ജോധ്പൂരിലുണ്ട്. ദേശം, ഭാഷ, ജാതി, മതം, വർഗം, വർണ്ണം, ഭക്ഷണം, വസ്ത്രം, അങ്ങനെ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ രാജ്യം. ആ വൈവിധ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ചെറിയ ശ്രമങ്ങൾ മാത്രമാണ് നമ്മുടെ ചെറുകഥകൾ. വീണ്ടും കാണാം.